ഹേ ഗായ്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഞാൻ വീണ്ടും നേരം വൈകി എണീറ്റിരിക്കുകയാണ്. സോ നമുക്കിന്ന് എന്തായാലും ഓടാൻ പറ്റില്ല, കാരണം ഇന്നലെ ലെഗ് ഡേ കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്കിന്ന് ഓട്ടം നടക്കില്ല. അവിടെ നമ്മൾ നടക്കാൻ പോവാണ്. അതായത് പറ്റുമെങ്കിൽ ഒരു 1000-ന് മുകളിൽ അല്ലെങ്കിൽ ഒരു 3000-ന് മുകളിൽ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഇന്നുണ്ട്. പക്ഷേ അതിന് നടക്കുമെന്നറിയില്ല, കാരണം ഇന്നലെ ലെഗ് ഡേ അത്ര ഹെവി ആയിരുന്നില്ലെങ്കിലും കാല് നല്ല പെയിനുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ലെഗ് ഡേ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ നടത്തത്തിലേക്ക് പോകാം. ഇപ്പോൾ ഏകദേശം സമയം 8:30 ആ ഒരു സമയത്തുണ്ട്. സോ നമ്മൾ ലേറ്റ് ആയെന്ന് ചോദിച്ചാൽ നല്ല ലേറ്റായി. 8 മണി സമയമാണ്, ഞാൻ നോക്കിയില്ല. സോ നമുക്ക് നേരെ നടക്കാൻ പോവാം. ജസ്റ്റ് നമ്മളെ സ്ഥിരം പോകുന്ന സ്ഥലത്ത് തന്നെയാണ് പോകുന്നത്, വേറെ സ്ഥലം മാറിയിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ തറവാട്ടിൽ തന്നെയാണുള്ളത്, സ്ഥിരം വ്ളോഗിങ് സ്ഥലം. സോ അപ്പോൾ നമുക്ക് പോകാം. നാടിൻ്റെ ഒരു വ്യൂ അത് വേറെ തന്നെയാണ്, കണ്ടോ. നമ്മൾ നടന്ന് പകുതി എത്തി. ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ഉണ്ട്. നമ്മളിന്ന് ചെറിയ രീതിക്ക് നടക്കുന്നിരിക്കും. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അതായത് ലെഗ് ഡേ കഴിഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നതായിരിക്കും. നമ്മൾ ഓടാൻ പോകുമായിരുന്നു. സോ വയസ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ റെസ്റ്റിംഗ് ബെഞ്ചില്ലേ അവിടെ എത്താൻ ഏകദേശം നടന്ന് ഏകദേശം അവിടെ എത്താനായി. ഫസ്റ്റൊക്കെ നമുക്ക് വ്ളോഗിൽ എന്താ പറയേണ്ടതെന്നെല്ലാം കിട്ടും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പം നമുക്ക് എന്ത് പറയണമെന്നുള്ള തിരിയില്ല. സോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ടോപ്പിനെ കുറിച്ച് സംസാരിക്കുക. സോ നമ്മൾ ഇന്നലെ കണ്ട ആൾ അവിടെ പുല്ല് കൊണ്ടുപോകുന്നുണ്ട്. സോ പുള്ളിനൊക്കെ സമ്മതിക്കണം, ഈ പ്രായത്തിലും പണിയെടുക്കാനുള്ളൊരു മനസ്സെന്ന് വെച്ചാൽ പുള്ളിനൊക്കെ സമ്മതിക്കണം. ഈ പ്രായത്തിലും പണിയെടുക്കാനുള്ള മനസ്സെന്ന് വെച്ചാൽ ഭയങ്കര സംഭവം. വ്ളോഗ്സും കാര്യങ്ങളെല്ലാം ഡെയിലി ഉണ്ടാവും, ഡെയിലി കാണാൻ പറ്റുന്നത് കാണാം. എനിക്കറിയാം, ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങിയുള്ളൂ. വീഡിയോ പെർഫെക്റ്റ് അല്ല, വോയിസ് പെർഫെക്റ്റ് അല്ല, ഞാൻ ചെയ്യുന്ന കണ്ടൻറ്റ് ചിലപ്പം പെർഫെക്റ്റ് അല്ലാതായിരിക്കും. പക്ഷേ നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ, സ്റ്റാർട്ടിങ് കണ്ട് ആരും ഇതിന് വിലയിരുത്തരുത്. കാരണം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. മെല്ലെ ഗ്രോത്ത് വരുള്ളൂ. അതുപോലെ മെല്ലെ നമുക്ക് നമ്മുടെ ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇപ്പം പറയുന്ന വോയിസിലായാലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിലായാലും തുടക്കത്തിൽ റിസൾട്ട് ഉണ്ടാവില്ല, പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വ്ളോഗിങ് ചെയ്യാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പറയാനോ ആവില്ല. സോ മെല്ലെ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. നമുക്ക് മെല്ലെ റിസൾട്ട് മതി. ഓക്കെ, അല്ലാതെ പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് വെച്ചാൽ അധികം നിൽക്കില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, സോ നമ്മളിങ്ങനെ നടന്ന് ഏകദേശം നമ്മൾ ഇന്നലെ പറഞ്ഞ പമ്പിൻ്റെ അടുത്ത് എത്താനായി. ഏകദേശം നമ്മളങ്ങനെ പെട്രോൾ പമ്പിലെത്തി. പിന്നെ കുറച്ചും കൂടെ ഉള്ളൂ നമ്മളെ നടത്തം. അവിടെ ഫിനിഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരണം. ഇനി മയിൽ, ഇത് പെൺമയിലാണ്. സോ ഇതിൻ്റെ ആൺമയിലാണ് കുറച്ചും കൂടെ പീലി വിടർത്തി നിൽക്കുന്ന ഒരു സാധനം. പെൺമയിൽ ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ നമ്മൾ ഫിഷിംഗ് പോയിൻ്റ് കഴിഞ്ഞു. അപ്പം നമ്മളിനി നേരെ തിരിച്ചു നടക്കുകയാണ്. ഏകദേശം പെട്രോൾ പമ്പിൻ്റെ അടുത്തെത്തി. എന്നാലും നമ്മൾ ഓട്ടം നാളെ റീസ്റ്റാർട്ട് ചെയ്യും, കാരണം ഇതിൻ്റെ ഇതേകൊണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ. സോ നമ്മളങ്ങനെ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് തിരിച്ചെത്താനായി. റെസ്റ്റ് ബെഞ്ചിലെത്തി. അപ്പുറത്ത് വെയിലായതുകൊണ്ട് തന്നെ നമ്മളെവിടെയാണ് ഇരിക്കുന്നത്, കാരണം അധികം വെയിൽ കൊള്ളണ്ട. അപ്പം ഞാൻ പറയാമെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ നിങ്ങൾ വ്ളോഗിങ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ചെയ്യുക, നിർത്തി കഴിഞ്ഞാൽ ശരി. നിങ്ങളെപ്പം നിർത്തുന്നു അവിടെ നിങ്ങൾക്ക് ബാക്കിലോട്ട് പോകാനേ തോന്നുന്നു. നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് ഇല്ലാണ്ട് തോന്നും. അതായത് എങ്ങും ഇവിടെ എത്തുന്നില്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തു, ഇതെന്താ ഇങ്ങനെ എത്താത്തതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തയുണ്ടാകും ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ. സോ നമ്മളങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം നമുക്കൊരു സമയമാകുമ്പോൾ എല്ലാം വരുമെന്ന് പറയില്ലേ, ഒരു സമയം എല്ലാം ശരിയാവും എന്ന് പറയുന്ന പോലെ
ഒരു സമയം വല്ലതും വരും. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, ബാക്കിയുള്ളവരെന്ന് പറയുന്നില്ല മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ നമുക്ക് എവിടെ നിന്ന് വ്ളോഗ് ചെയ്യാൻ പറ്റുന്നോ അവിടെ നിന്നൊക്കെ വ്ളോഗ് ചെയ്യുക. എന്തായാലും ഒരു സമയത്ത് നമുക്ക് ഗ്രോത്ത് വരും. ഒരു സമയത്ത് നമ്മൾ വ്ളോഗ് കാണാൻ കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പം കൂടിപ്പോയ 10 വ്യൂസ്, അതായത് 10 ആൾ തന്നെ നിങ്ങൾ എടുത്തു നോക്കി എത്ര ആളുണ്ടാവും. സോ 24 വ്യൂസ്, 24 പേര് എൻ്റെ വ്ളോഗ് കാണുമെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ ഇട്ട വ്ളോഗിന് 24 വ്യൂ ആണ്. സോ അതിൽ ഭയങ്കര സന്തോഷം. 24 പേരെങ്കിലും നമ്മളെ വ്ളോഗ് കണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ്. സോ ഈ വ്യൂ തന്നെ ഇനി ഇടുന്ന വ്ളോഗിൽ കിട്ടുമെന്ന് വരില്ല, ഇനി അടുത്തിടാൻ പോകുന്ന വ്ളോഗിൽ കിട്ടിയെന്ന് വരില്ല. സോ നമ്മളങ്ങനെ പാടത്തിൻ്റെ ഒരു സൈഡിലാണുള്ളത്, റെസ്റ്റ് എടുക്കുന്ന. സോ അധികം റെസ്റ്റ് എടുത്ത് ഞാൻ അധികം കാര്യങ്ങൾ പറയുന്നില്ല. ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങുവാണെങ്കിൽ നിങ്ങളങ്ങ് തുടങ്ങുക. റിസൾട്ട് പതിയെ ഉണ്ടാവും, പക്ഷേ നിങ്ങളതിൽ കൺസിസ്റ്റൻസി, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുക. അപ്പം ഗ്രോത്ത് മെല്ലെ വരും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിലൂടെ നമ്മളിൽ തന്നെ നമ്മൾ ഒരു മാറ്റം കണ്ടു തുടങ്ങുക. അതിപ്പോഴല്ല, കൂടുതൽ ചെയ്യുമ്പം ഒരു വർഷത്തിന് മുകളിലായിരിക്കും ചിലപ്പോൾ അതൊക്കെ കാണാൻ പറ്റുമോ നമുക്ക്. സോ എൻ്റെ ഈ സംസാരം തന്നെ ഇടയ്ക്ക് പതറിപ്പോവാം, ഇടയ്ക്ക് ഞാൻ പറയുന്നത് ശരിയല്ലാണ്ടിരിക്കാം. പിന്നെന്താ വെച്ചാൽ കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. എനിക്കിപ്പോൾ ഒരു അതൊക്കെ എന്തായാലും ഞാൻ അറിയാം. ഒരാൾ പോയി, ഞാൻ നോക്കിയെന്താ വെച്ചാൽ എനിക്കിങ്ങനെ ചടപ്പാണ്, അതായത് ഒരാൾ പോകുമ്പോൾ. സോ അതൊക്കെ ഇപ്പോഴും ഉണ്ടാവാം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ മാറുന്നൊരു കാലം വരണം, എന്നേ പറ്റൂ. കാരണം നമ്മളിപ്പോൾ ഇടുന്ന എഫേർട്ടിന് നമ്മളെന്തായാലും ഒരു റിസൾട്ട് കാണണം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരെ തിരിച്ചടക്കാം. സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു റിസൾട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവണം. ഓക്കെ, അതാണ്. കേരളത്തിൽ പാടത്തിൻ്റെ സൈഡിലൂടെ ഭയങ്കര രസമാണ്. അതായത് ഒരു സമ്മർ കഴിഞ്ഞ് ഒരു മഴ വരുമ്പോൾ നമുക്കിങ്ങനെ പച്ചപ്പ് കാണാൻ പറ്റും എല്ലാ കണ്ടം, അതായത് വയൽ സൈഡിലും. ഇങ്ങോട്ട് പറയുന്ന കണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. വയൽ സൈഡിലും ഇങ്ങനെ പച്ചപ്പുല്ല് കാണാൻ പറ്റും. അങ്ങ് ദൂരെ ഒരു ചേട്ടൻ പുല്ല് വെട്ടി പശുവിന് കൊടുക്കാൻ പോകുന്നുണ്ട്. ഭയങ്കര രസമാണ് കാണാൻ. സോ മഴക്കാലത്ത് കുറച്ചും കൂടെ ഈ സ്ഥലങ്ങൾ ഭയങ്കര രസമായിട്ട് തോന്നും, മഴക്കാലത്ത്. കാരണം ഞാൻ ഇങ്ങോട്ട് മഴക്കാലത്ത് അധികം വരാറുണ്ട്, വീഡിയോ എടുക്കാറുണ്ട്. സോ അപ്പം പാടം ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ കണ്ടോ, പശുക്കൾക്ക് പുല്ല് തിന്നാൻ നല്ല സൗകര്യമായി. അതായത് ഒരു മാർച്ച് ആ സമയത്തൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ഇതുപോലെ ഉണങ്ങിയ പുല്ലാണ് ഉണ്ടാവുക. ഇതുപോലെയല്ല, അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതുപോലെയുള്ള പുല്ലാണ് ഇവിടെ ഉണ്ടാവുക. അങ്ങനെ നമുക്ക് എന്തായാലും തിരിച്ച് നടക്കാം. നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ കുറേ കാര്യങ്ങൾ തെറ്റുണ്ടാവും, കുറേ കാര്യങ്ങൾ ശരിയുണ്ടാവുക. നിങ്ങൾ ശരിയുള്ള മാത്രം എടുക്കുക. അതായത് ഞാൻ പറഞ്ഞുള്ളത് 5-ാമത്തെ 6-ാമത്തെ വ്ളോഗ് ആയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ പോരായ്മ കാണാം, കുറേ കാര്യങ്ങൾ കാണാം. എന്നെ എടുത്തുകൊണ്ട് കിട്ടിയ അപ്പോൾ നിങ്ങൾ ക്യാമറ നോക്കി പറയാൻ, അതായത് വർത്തമാനം പറയാൻ അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യാൻ ഷൈലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ട്രിക്കും ഇല്ല, സത്യം പറഞ്ഞാൽ നിങ്ങൾ ക്യാമറ എടുക്കാൻ സംസാരിക്കുക. അതായത് മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നില്ല തോന്നലും, പിന്നെ നിങ്ങളെ അഭിമാനം നഷ്ടപ്പെടുന്നതിൻ്റെ തോന്നലുമാണ് നിങ്ങൾ ക്യാമറ എടുത്തിട്ട് വ്ളോഗിങ് ചെയ്യാനോ. അതായത് നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങളെ ബാക്കോട്ട് വിളിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിങ്ങനെ പറഞ്ഞ ആൾക്കാരെങ്ങനെ എടുക്കും, അല്ലെങ്കിൽ എനിക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾ മനസ്സിലോടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ക്യാമറ എടുത്ത് ഒരാളുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാൻ തോന്നുന്നത്, അതായത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് കണ്ടൻ്റാണോ പോസ്റ്റ് ചെയ്യാൻ തോന്നുന്നത്, നിങ്ങളത് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഒരു ക്യാമറ ഓണൊക്കെ അങ്ങ് പറയാം. നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, ഇഷ്ടമില്ലാത്തവരെ കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ
നിങ്ങൾ ചെയ്യാം. ക്യാമറ ഫിയറൊക്കെ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഫിയർ ഉള്ളത് കൊണ്ട് തന്നെ കുറേ കാലം വ്ളോഗ് ചെയ്യാണ്ടും പോസ്റ്റ്പോൺ ചെയ്തു. അതായത് ഞാൻ ഏകദേശം 3-4 വർഷം ഇങ്ങനെ ചെയ്യണം ക്യാമറ നോക്കി സംസാരിക്കണം, വ്ളോഗ് ചെയ്യണം ഒക്കെ ചിന്തിക്കുന്നു. പക്ഷേ അതിൻ്റെ യാതൊരുവിധ ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കാൻ ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കുറേ വീഡിയോ പോസ്റ്റ് ആകുന്നുണ്ട്, കുറേ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് എല്ലാവർക്കും പറ്റുന്നതാണ്. അതായത് എല്ലാ വ്ളോഗിലും നിങ്ങളിപ്പം കാണുന്ന ഇപ്പം എത്ര ടോപ്പിൽ നിൽക്കുന്ന വ്ളോഗേഴ്സ് ആണെങ്കിൽ പോലും ഫസ്റ്റ് വ്ളോഗിലൊന്നും വലിയ രീതിയിലുള്ള പ്രൊഫഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. സോ ഇപ്പോഴത്തെ വ്ളോഗിൽ നിങ്ങൾ കാണുന്നത് പണ്ടത്തെ വ്ളോഗിൽ കണ്ടത് നിങ്ങൾ വിലയിരുത്തുക. അത് ഇപ്പം ഞാൻ ചിലപ്പം കുറേ തെറ്റുകൾ പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഭാവിയിൽ കാണാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഞാൻ അത്രയും ഇതിനോട് എക്സ്പീരിയൻസ്ഡ് ആയ എനിക്ക് ഇതിനുള്ള മാറ്റങ്ങൾ വേറെ തന്നെ ആയിരിക്കും. നമ്മളെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഏകദേശം ഇപ്പോൾ സമയം 9 മണി 9:10 അപ്പം നാളെ ഒരു വ്ളോഗായിട്ട് പിന്നെയും കാണാം. നമ്മൾ ഡെയിലി വ്ളോഗ്സ് ഉണ്ട്, കാണാൻ വരുന്നവരെ കാണാം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.